Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ജൂൺ 19 ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ചേലക്കര CGM സ്കൂളിൽ വായനാ ദിനവും വായനാ മാസാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ചേലക്കര CGM സ്കൂളിൽ വായനാ ദിനാചരണവും വായനാ മാസാചരണ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സീനിയർ അധ്യാപകൻ ഗഫൂർ KM അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ PK ശ്രീറാം പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ ദിനാണ്. അപ്പോൾ ഇന്ന് വായനാ ദിനാണ്. ജൂൺ 19 വായനാ ദിനാണ്. ആരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ വായനാ ദിനം നമുക്ക് ആചരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയൊരു താങ്ക്സ് പറയേണ്ടത് നമ്മുടെ സൈനത്താത്തോടാണ്. നമ്മുടെ സൈനബാൽ അറിയില്ലേ, നമ്മുടെ മുൻ മെമ്പറാണ്. അതിലുപരി നമ്മുടെ സ്കൂളിന് ഏറ്റവും 10 വർഷത്തോളം കാലം, അല്ലെ 15 വർഷത്തോളം കാലം നമ്മുടെ സ്കൂളിലെ PTA അംഗമായിരുന്നു. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, മുൻകാല പ്രവർത്തനങ്ങൾക്കൊക്കെ സ്കൂളിൽ ഈ കാണുന്ന രൂപത്തില്, നമ്മുടെ സ്കൂളിൽ ഈ കാണുന്ന രൂപത്തിലെത്താൻ ഏറ്റവും ആദ്യം ചുവട് പിടിച്ച് നമ്മുടെ കൂടെ ശക്തമായി നിന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്താങ്ങിയ ആളാണ് നമ്മുടെ സൈനത്താത്ത. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. ചടങ്ങിൽ അധ്യാപകരായ ഹരികൃഷ്ണൻ PK, ഫാത്തിമത്ത് ഹസീന, ജാസ്മിൻ KM എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായന വിദ്യാർത്ഥികളുടെ അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ എത്രത്തോളം വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് അവർ ഓർമ്മിപ്പിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ ചേലക്കര വായനശാല സന്ദർശനം നടത്തി. പുസ്തകങ്ങളെയും വായനാ ലോകത്തെയും കൂടുതൽ അടുത്തറിയാൻ അവസരമൊരുക്കിയ ഈ സന്ദർശനം കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. ലൈബ്രറിയൻ സൈനബ ഇക്ബാൽ, വായനശാല സെക്രട്ടറി രാഹുൽ, എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് കുമാർ എന്നിവർ കുട്ടികളുമായി സംവദിക്കുകയും ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. വായനശാലയിലെ വിശാലമായ പുസ്തക ശേഖരവും റഫറൻസ് ഹാളും കുട്ടികളിലേറെ കൗതുകമുണർത്തി. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വിവിധ മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ? എന്തിനാ പുസ്തകങ്ങൾ? പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? അറിവ് കിട്ടോ? ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, വായിക്കാറുണ്ടോ? അത് വായിച്ചാൽ അറിവ് കിട്ടിയാൽ പോരെ? എന്തിനാ വായനശാലയിലേക്ക് വരണേ? എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? വീട്ടില് ബുക്ക് വെക്കാറില്ലേ? അവിടെ ഇരുന്ന് വായിക്കാറുണ്ടോ? അപ്പൊ ആ ബുക്ക് വായിച്ചാൽ പോരെ? പിന്നെ എന്തിനാ നമ്മൾ ഇത്ര വഴി നടന്നിങ്ങോട്ട് വായനശാലയിലേക്ക് എന്തിനാ വരണേ? നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ പോരാ, അല്ലേ? നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പുസ്തകങ്ങളുടെ വലിയൊരു ലോകം. മുകളിൽ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാല് നിറച്ചും പുസ്തകങ്ങളാണുള്ളത്. ഇപ്പൊ താത്ത നേരത്തെ പറഞ്ഞു, നമുക്ക് 2 വായനശാലകളാണ് മുകളിലുള്ളത്. ഒന്ന് ഗ്രാമീണ വായനശാലയുണ്ട്, ഒന്ന് ഗ്രാമീണ വായനശാലയിൽ തന്നെ റഫറൻസ് വായനശാലയുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച് വലിയ ആളുകളാകുമ്പോൾ, നമ്മുടെ ടീച്ചർമാരെ പോലെ മാഷ്മാരെ പോലെ ഒക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറേ പുസ്തകങ്ങൾ വേണം. ഈ എല്ലാ പുസ്തകവും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള വായനശാലകളിലേക്ക് വന്നിട്ട് നമുക്ക് ആ പുസ്തകങ്ങൾ അവിടെ ഇരുന്ന് വായിക്കാം. ഒരുപാട് നേരം നമുക്ക് പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കുക, വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അറിവ് വലുതായി വരിക. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പരീക്ഷ എഴുതാം. പക്ഷെ നമുക്ക് പരീക്ഷ കുറേ കൂടി നന്നായിട്ട് എഴുതണമെങ്കിലും നല്ല മാർക്ക് മേടിച്ച് മാഷുമാരെ പോലെ വലിയ വലിയ ആളുകളെ പോലെയൊക്കെ ആയിട്ട് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവ് വേണം, വേണ്ടേ? CCV ന്യൂസ് ചേലക്കര. മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.